ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. മസാല ബ്രെഡാണ്. മസാല ബ്രെഡ് ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കഴിക്കാം, വൈകിട്ട് സ്നാക്കിൻ്റെ ടൈമിൽ കഴിക്കാം, അതുപോലെ ഡിന്നറിനും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഒരു 4-5 ബ്രെഡ് സ്ലൈസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മസാല ബ്രെഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതി. കുറച്ച് മല്ലിയില, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും വേണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതോ വേണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരിക്കും നല്ലത്. ആദ്യം നമുക്ക് ഈ ബ്രെഡും തക്കാളിയും സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസും ബ്രെഡും എല്ലാം കട്ട് ചെയ്തെടുത്തു. ബ്രെഡ് നീളത്തിൽ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറുകെ 3ആയിട്ട് കട്ട് ചെയ്തു. ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സവോള ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു, തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു, പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മല്ലിയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ജീരകം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയുടെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവോളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സവോളയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും 1/2 ടീസ്പൂൺ ചേർക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ചേർന്ന് ഒരുമിച്ച് തന്നെ കുക്കായി വന്നോളും. രണ്ടും ഒരുമിച്ച് ചേർക്കരുത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി, പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡിനും മസാലയ്ക്കും എല്ലാം ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെള്ളമാണ്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം, 120 ml വെള്ളം ചേർക്കുക. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ ബ്രെഡിലേക്ക് ഈ മസാലകളൊക്കെ പിടിച്ച് വരുമ്പോൾ ഉപ്പും കൂടി പിടിക്കണമല്ലോ, അതുകൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കണം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി ഈ തക്കാളി കുക്കായി വരുന്നത് വരെ നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർക്കുന്നതിന് മുൻപ് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആക്കണം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിന്നറിനോ വൈകിട്ട് സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ മസാല ബ്രെഡ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കാണെങ്കിലും എപ്പോഴും ബ്രെഡും ജാമും ബ്രെഡും ബട്ടറും ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ ഒരു ചേഞ്ചായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്.
എരിവ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.